ഇന്ന് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന മഹത്തായ സുദിനം. അതെ, ഓഗസ്റ്റ് 15. ഇന്ത്യക്ക് 78ാം സ്വാതന്ത്ര്യ പുലരി. വൈകാരിക ശക്തികളിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ ഓർമ്മപ്പുതുകളാണ് ഓരോ ഓഗസ്റ്റ് 15. ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം എന്നിവ തുടങ്ങി അനേകം മൂല്യങ്ങളുമായി നാം രക്തത്തിനും ജീവനും പകരം കൊണ്ടതാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം നമുക്ക് ജീവാമൃതമാണ്. നൂറ്റാണ്ടുകളോളം നമ്മെ അടക്കി ഭരിച്ച് ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്തവരോട് അറുതിയില്ലാത്ത പോരാട്ടങ്ങൾക്കൊടുവിലാണ് സ്വാതന്ത്ര്യത്തിന് വെളിച്ചം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചത്. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും മരിച്ചു വീണ ആയിരക്കണക്കിന് ജനതകളുടെ ചോരയുടെ ചുവപ്പും വിയർപ്പിന്റെ ഉപ്പുമുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ആസാദ്, ഭഗത് സിംഗ് അങ്ങനെ തുടങ്ങി ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ ഉണ്ടായിരുന്നു നമുക്ക് മുമ്പിൽ. ജാതിയും മതവും നിറവും മണവും മറന്ന് മനുഷ്യർ ഒരുമിച്ചാണ് സ്വാതന്ത്ര്യത്തിന്റെ വേലിക്കെട്ടുകൾ മറികടന്നത്. ഒരുമയും ജനമൈത്രിയുമായിരുന്നു നമ്മുടെ കയ്യിലെ കരുതൽ. അബ്ദുൽ കലാം ആസാദ് ഒരിക്കൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നൊരു മാലാഖ കുത്തബ് മിനാറിന്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണോ അതോ മതമൈക്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മതമൈക്യമാണെന്ന്. നമ്മുടെ പൂർവികർ സ്വപ്നം കണ്ട രാഷ്ട്രം സൗഹൃദത്തിൻ്റെതാണ്. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യം നടത്തിയ അസാധാരണമായ യാത്രയെക്കുറിച്ച് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ഓർക്കണം. വിഭജനത്തിന്റെ മുറിവുകൾ മുതൽ സാങ്കേതിക നവീകരണത്തിന്റെ കുതിപ്പ് വരെ, സാമ്പത്തിക വെല്ലുവിളികൾ മുതൽ ആഗോള നേതൃത്വം വരെ ഇന്ത്യ വികസിച്ചു, പൊരുത്തപ്പെട്ടു, ശക്തമായി ഉയർന്നു വരുന്നു. പ്രതിരോധവും ഐക്യവുമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് നാം അടിവരയിട്ട് തെളിയിക്കുകയാണ്. ഇന്ന് നാം ആഗോളം ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം വെള്ളിത്തളികയിൽ നിന്ന് നമുക്ക് നേരെ നീട്ടപ്പെട്ടതല്ല, മറിച്ച് എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തവും വിയർപ്പും കണ്ണീരും കൊണ്ടാണ് അത് നേടിയെടുത്തത്. അവരുടെ അചഞ്ചലമായ മനോഭാവവും ദൃഢനിശ്ചയവും മാതൃരാജ്യത്തോടുള്ള സ്നേഹവുമാണ് അടിച്ചമർത്തലിനെതിരെ ഉയരാൻ ദശലക്ഷങ്ങളെ പ്രേരിപ്പിച്ചത്. ബ്രിട്ടീഷ് അധീനതയിലെ ഒരു കൊളോണിയൽ രാജ്യമെന്ന നിലയിൽ നിന്ന് ഇന്ത്യയെ നെറ്റി നിൽക്കുന്നത് ഒരു കാലത്ത് സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്നത്ര ഉയരങ്ങളിലാണ്. നമ്മുടെ സ്വാതന്ത്ര്യം വെറും ഒരു പദവിയല്ല, മറിച്ച് ഒരു ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക. നമുക്ക് ലഭിച്ചതിനേക്കാൾ ശക്തവും കൂടുതൽ നീതിയുക്തവും സുസ്ഥിരവുമായ ഒരു രാഷ്ട്രം ഭാവി ഇന്ത്യൻ തലമുറയ്ക്ക് കൈമാറാൻ നാം കടപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനുമായി ഊർജിതമായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുടെ സ്മരണയെ നമുക്ക് ആദരിക്കാം. പ്രതീക്ഷയോടെയും പ്രവൃത്തികളിൽ നിശ്ചയദാർഢ്യത്തോടെയും ശോഭനവും കൂടുതൽ സമൃദ്ധവുമായ ഭാവിയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.